Hi students, ഇന്ന് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങാം. കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പം ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും കറണ്ട് എന്ന് പറഞ്ഞാലും ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാലും ഒന്നാണല്ലോ. ശരിക്കും ഇത് രണ്ടും രണ്ടാണ്. അപ്പം കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഒഴുകുകയാണല്ലോ. ഇപ്പം എക്സാമ്പിൾ ലിക്വിഡ്സ് ഒഴുകുന്നു അല്ലേ. ലിക്വിഡ്സ് ഒഴുകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ലെവൽ ഡിഫറൻസ്. നോർമലി ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്കാണ് ലിക്വിഡ്സ് ഒഴുകുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴുകുമ്പോഴും നമ്മൾ ആ ഒഴുക്കിനെ പറയുന്ന പേരാണ് വാട്ടർ കറണ്ട് എന്ന് അല്ലേ. സിമിലർലി ചാർജുകൾ ഒഴുകുന്നെന്ന് കരുതുക. ചാർജുകൾ ഒഴുകണമെങ്കിൽ നമ്മൾ പഠിച്ചു എന്ത് വ്യത്യാസം വേണം? വെള്ളത്തിന് ലെവൽ ഡിഫറൻസ് ആണെങ്കിൽ ചാർജുകൾ ഒഴുകണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ഇപ്പോൾ ചാർജ് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജ് എപ്പോഴും ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്കാണ് ഒഴുകുന്നത്. ഇതേപോലെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. നെഗറ്റീവ് ചാർജ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒഴുകും. അതായത് ലോ പൊട്ടൻഷ്യലിൽ നിന്ന് ഹൈ പൊട്ടൻഷ്യലിലേക്ക്. അപ്പൊ എന്തായാലും ഈ ചാർജിന്റെ ഫ്ലോയ്ക്ക് നമ്മൾ പറയും ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയും. അപ്പൊ ഇവിടെ ചാർജുകൾ ഒഴുകുന്നു. കഴിഞ്ഞ ഉള്ള രണ്ട് ചാപ്റ്ററുകളിൽ നമ്മൾ ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ് ആയിരുന്നു. ആ റെസ്റ്റിലിരിക്കുന്ന ചാർജുകൾ അല്ലെ ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ ചാർജുകൾ മൂലം ഫീൽഡ് ഉണ്ടാവുന്നു, പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ ഈ ചാർജുകൾ മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവിങ് ചാർജിനെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിച്ചു. ആ കറണ്ടിന്റെ എഫക്റ്റ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വരുന്നത്. അപ്പോൾ ഈ കറണ്ടിനെ കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേര് കണ്ടക്ടേഴ്സ് എന്നാണ്. ഏറ്റവും നല്ല കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് മെറ്റലുകളാണ്. സോളിഡ് ആയിട്ടുള്ള മെറ്റലുകളാണ് ഏറ്റവും നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി കറണ്ടിനെ അല്പം പോലും കടത്തിവിടാത്ത വസ്തുക്കളുണ്ട്. അവരെ വിളിക്കുന്ന പേര് ഇൻസുലേറ്റർ എന്നാണ്. ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അതിനെ വിളിച്ച പേര് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിലെല്ലാം ഇപ്പോൾ കണ്ടക്ടർ ആണേലും സെമി കണ്ടക്ടർ ഒക്കെ ആണേലും കറണ്ടിന്റെ ഒഴുക്ക് സാധ്യമാകുന്നത് ചാർജ് ക്യാരിയറിലൂടെയാണ്. ചാർജ് ക്യാരിയർ. അപ്പോ കണ്ടക്ടേഴ്സിന് നമ്മൾ പറഞ്ഞു എക്സാമ്പിള് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. അപ്പൊ കണ്ടക്ടേഴ്സില് ചാർജിന്റെ ക്യാരിയറായിട്ട് വരുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഫ്രീ ഇലക്ട്രോൺസ്. എന്താണ് ഈ ഫ്രീ ഇലക്ട്രോൺസ്? നിങ്ങൾക്കറിയാം ആറ്റത്തില് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജും. അപ്പൊ നോർമലി ഈ ഇലക്ട്രോണും പോസിറ്റീവ് ചാർജായിട്ടുള്ള ന്യൂക്ലിയസും അന്യോന്യം അട്രാക്ട് ചെയ്ത് വളരെ ബൗണ്ടഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആറ്റത്തിന്റെ നെറ്റ് ചാർജ് 0 ആണെന്ന് പറയാം. എന്നാല് മെറ്റലിനകത്ത് ഈ ഇലക്ട്രോണുകൾ അല്ലെ ഈ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ വളരെ ലൂസ്ലി ബൗണ്ട് ആണ്. എന്ന് പറഞ്ഞാല് ഈ ഇലക്ട്രോണുകൾക്ക് മെറ്റലിന്റെ അകത്തൂടെ ഇൻസൈഡ് ദ മെറ്റീരിയൽ ദേ ആർ ഫ്രീ ടു മൂവ്. സോ ദീസ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് മെറ്റൽസിനകത്ത് ചാർജിന്റെ ക്യാരിയർ ആയിട്ട് വരുന്നത്. ഇനി സോളിഡ് അല്ലാതെ ലിക്വിഡ്സിന്റെ കാര്യം എടുത്താല് ലിക്വിഡ്സ് എക്സാമ്പിള് നിങ്ങൾ ഇലക്ട്രോളിസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇലക്ട്രോളിസിസില് ഇലക്ട്രോളിസിസ് പ്രോസസ് സെല്ല് കണക്ട് ചെയ്യുമ്പോൾ അല്ലെ എക്സാമ്പിള് HCl എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സെല്ലുമായി കണക്ട് ചെയ്താൽ ആ ലിക്വിഡില് H+ഉം Cl- അയോണുകളായിട്ട് വേർതിരിക്കും. അതാണ് ഇലക്ട്രോളിസിസ്. ഇതില് പോസിറ്റീവായിട്ടുള്ള അയോൺസ് അല്ലെ നെഗറ്റീവായിട്ടുള്ള അയോൺസ്, ഈ രണ്ട് തരത്തിലെ അയോണുകളും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചാർജ് കാരിയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്.
ഇനി ഗ്യാസസിന്റെ കാര്യം എടുത്താൽ ഗ്യാസസ് ഇപ്പോൾ നിങ്ങൾ ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ എയർ, അതായത് ലൈറ്റ്നിങ് ഒക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ഹൈ പൊട്ടൻഷ്യലാണ്, ആ സമയത്ത് എയർ കണ്ടക്റ്റിംഗ് ആവും അറ്റ് എ ലോ പ്രഷർ. അവിടെ എയർ കണ്ടക്റ്റിംഗ് ആവും കാര്യം ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോൾ ദ എയർ ബിക്കംസ് അയോണൈസ്ഡ്, അല്ലെങ്കിൽ അയോണുകൾ ഉണ്ടാവും. അവിടെ പോസിറ്റീവ് അയോണും ഉണ്ട്, ഇലക്ട്രോണുകളും ഉണ്ട്. അപ്പോൾ ഇൻസൈഡ് എ ഗ്യാസസ് ദ ചാർജ് കാരിയേഴ്സ് ആർ പോസിറ്റീവ് അയോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഇനി നമ്മൾ സെമി കണ്ടക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു. സെമി കണ്ടക്ടേഴ്സ്, അവിടെ ചാർജിന്റെ കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. രണ്ട് തരത്തിലെ ചാർജ് കാരിയർ ഉണ്ട്, ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഇത് ഹോൾസ് എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്, സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ അവിടെ അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പലതരത്തിലുള്ള മെറ്റീരിയൽസിൽ ഉള്ള ചാർജ് കാരിയർ. ഇവിടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ഒന്നും കൂടെ ഓർക്കുക, മെറ്റൽസിനകത്ത് ഫ്രീ ഇലക്ട്രോണുകളാണ് ചാർജ് കാരിയർ. സോ യു കൺസിഡർ എ മെറ്റാലിക് വയർ. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? ചാർജ് കാരിയർ അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോണുകൾ ഇഷ്ടംപോലെ ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോണുകൾ ഒഴുകണം അല്ലേ? ഇപ്പൊ ചാർജ് ഒഴുകണമെങ്കിൽ എന്ത് അപ്ലൈ ചെയ്യണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യണം. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന ഉപകരണമാണ് സെല്ല് അല്ലേ? അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ വൺ എൻഡ് ബിക്കം പോസിറ്റീവ് ആൻഡ് ദ അതർ എൻഡ് ബിക്കം നെഗറ്റീവ്. അപ്പോൾ ഇലക്ട്രോണുകളെല്ലാം എങ്ങോട്ടേക്കാണ് ഒഴുകാനുള്ള സാധ്യത? ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവരെങ്ങോട്ട് മൂവ് ചെയ്യും? പോസിറ്റീവിന്റെ ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് ആർ മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ഇവിടെ ചാർജ് ഒഴുകുന്നുണ്ട് അല്ലേ? യൂണിറ്റ് ടൈമിൽ, അതായത് ഒരു സെക്കൻഡിൽ എത്ര ചാർജുകൾ ഒഴുകുന്നു, ആ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ. അപ്പോൾ ഈ കേസിൽ കറണ്ട് I ഈസ് ഈക്വൽ ടു, കറണ്ടിന്റെ സിമ്പല് I ആണ്. I ഈസ് ഈക്വൽ ടു ഇഫ് Q ഈസ് ദ ചാർജ്, ഇതിനകത്തൂടെ ഒഴുകുന്ന ചാർജിന്റെ അളവ് എത്രയാണ്? Q ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫ്ലോയിങ് ഫോർ T സെക്കൻഡ്. ഈ ചാർജ് ഒഴുകുന്നത് T സെക്കൻഡ് നേരത്തേക്കാണ്. സോ വാട്ട് ഈസ് ദ കറണ്ട്? I ഈസ് ഈക്വൽ ടു Q ബൈ T. ഇവിടെ Q ബൈ ടിയുടെ മീനിങ് എന്താണ്? ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. ഇനി ഇവിടെ നിങ്ങൾ ഈ കണ്ടക്ടറിന്റെ ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുക. ഈ ക്രോസ് സെക്ഷൻ ക്രോസ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എല്ലായ്പ്പോഴും ഒരുപോലാണെങ്കിൽ, അല്ലെങ്കിൽ ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ ദാറ്റ് ക്രോസ് സെക്ഷൻ ഈസ് സെയിം ഓർ യൂണിഫോം, അങ്ങനെ ആണെങ്കിൽ നമുക്ക് പറയാം ദ കറണ്ട് ത്രൂ ദ കണ്ടക്ടർ അല്ലെ ത്രൂ ദാറ്റ് ക്രോസ് സെക്ഷൻ ഈസ് യൂണിഫോം ഓർ ഇറ്റ് ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി, അല്ലെങ്കിൽ ആ കറണ്ടിനെ സ്റ്റഡി കറണ്ട് എന്ന് പറയും അല്ലെ? അപ്പോൾ ഈ കേസിൽ ഇവിടെ കറണ്ട് ഈസ് കോൾഡ് സ്റ്റഡി കറണ്ട് അല്ലെങ്കിൽ യൂണിഫോം കറണ്ട് ഇഫ് ദ ഫ്ലോ റേറ്റ് ഈസ് സെയിം അല്ലെ? അങ്ങനെ അല്ല എങ്കിൽ, അതായത് ഒരു ക്രോസ് സെക്ഷൻ ക്രോസ് ചെയ്യുന്ന കടന്നു പോകുന്ന ചാർജുകളുടെ എണ്ണം ഒരുപോലെ അല്ലാതെ വന്നാൽ നമ്മൾക്ക് പറയാം ദ കറണ്ട് ഈസ് അൺസ്റ്റഡി ഫോർ നോൺ യൂണിഫോം കറണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിലും കറണ്ട് കണ്ടുപിടിക്കണം അല്ലെ? അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ആവറേജ്, എപ്പോഴും ഒരു ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആവറേജ് വാല്യൂവേ പറയാൻ സാധിക്കുകയുള്ളൂ അല്ലെ? ഫോർ എ ടൈം ഇന്റർവൽ, സപ്പോസ് ഡെൽറ്റ ടി സെക്കൻഡ് നേരത്തേക്ക് ഡെൽറ്റ ക്യൂ ചാർജ് ഈസ് ഫ്ലോയിങ്, then the average current
it is equal to delta Q by delta T. This is the average current. ഇനി at a particular ടൈമില് ഇന്ന സമയത്ത് എത്രയാണ് കറണ്ട്, ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. And that current I is equal to this is the average current and this is the instantaneous current. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇത് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനകത്ത് അല്ലെ യൂണിഫോം മോഷനിൽ പഠിച്ചതാണ്. ഈ ഡെൽറ്റ ടി ഈ ടൈം ഇന്റർവല് ഇൻസ്റ്റന്റേനിയസ് വരുമ്പോൾ ടൈം ഇന്റർവൽ ബിക്കംസ് വെരി വെരി സ്മോൾ ഓർ ഇറ്റ് ടെൻസ് ടു 0. സോ നമ്മൾ അത് എഴുതുന്നത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. ഇത് മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഇതിനെ എഴുതുന്ന എക്സ്പ്രഷന് ഡി ക്യൂ ബൈ ഡി ടി, അതായത് ദ ഡെറിവേറ്റീവ് ഓഫ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഇഫ് the current changes with the time, then we can find the instantaneous current dq by dt. അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൽ സോ ദിസ് ഈസ് ഫോർ അൺസ്റ്റഡി അല്ലെങ്കിൽ നോൺ യൂണിഫോം കറണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റഡി കറണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി വരുന്ന ചാപ്റ്ററുകളിൽ അത് അവിടെ ഇലക്ട്രോ മാഗ്നറ്റിസം, അവിടെ കറണ്ട് ഈസ് ചേഞ്ചിങ് വിത്ത് 10. അപ്പോൾ അത് ഇനി വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കൺസിഡർ ചെയ്യുന്നില്ല. വി ആർ കൺസിഡറിങ് സ്റ്റഡി കറണ്ട് I is equal to Q by T. ഇപ്പോൾ ഇവിടെ സ്റ്റഡി കറണ്ടില് I is equal to Q by T നമ്മൾ കണ്ടു. ഇപ്പോൾ ഇലക്ട്രോണിന്റെ ചാർജിനെ സാധാരണ E വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. If n is the number of electrons, ഇലക്ട്രോണുകളുടെ എണ്ണം മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ ഫ്രീ ഇലക്ട്രോണുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ n is the number of electron and E is the charge of one electron. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണുകൾ മെറ്റൽസിൽ കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്ന ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. സോ വാട്ട് ഈസ് ദ ചാർജ് Q? ഈ Qന്റെ വാല്യൂ എത്ര ആയിരിക്കും? Q is equal to what is the total charge flowing? N into E. So I is equal to N into E divided by T, where N is the number of electrons and E is electronic charge. 1.6 into 10 to the power minus 19 coulomb. ഇനി കറണ്ട് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റികളെ അല്ലെ സ്കെയിലാർ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, വെക്റ്റർ ആണെങ്കിൽ ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഈ മെറ്റാലിക് കണ്ടക്ടേഴ്സിലെ ഇലക്ട്രോണുകൾ ഒഴുകുന്നു അല്ലേ? ഇലക്ട്രോൺ ഒഴുകുമ്പോൾ കറണ്ട് ഉണ്ടെന്ന് പറയും. ആ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇലക്ട്രോൺസ് ഇവിടെ ഒഴുകിയത് പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുക്കിലേക്കാണ്. ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രോണുകൾ ഒഴുകിയത്. പക്ഷേ നമ്മൾ പറയും കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ ഫ്ലോയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോയുടെ ഡയറക്ഷൻ ആണ് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കണ്ടു ഇലക്ട്രോൺ ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ചാർജുകളൊക്കെ ഉണ്ട് അല്ലേ? പക്ഷേ കറണ്ടിന്റെ ഡയറക്ഷനായിട്ട് അല്ലെങ്കിൽ കൺവെൻഷൻ അതിന്റെ ഒരു സൗകര്യാർത്ഥം നമ്മൾ എടുക്കുന്നത് പോസിറ്റീവ് ചാർജ് ഒഴുകുന്ന ഡയറക്ഷൻ ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺസ് ഈ ദിശയിൽ ഒഴുകുകയാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് അല്ലേ? അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഉണ്ട് അല്ലേ? അങ്ങനെ ഡയറക്ഷന് ഉള്ള ക്വാണ്ടിറ്റികളെ നമ്മൾ വിളിക്കും വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ? പക്ഷേ ഇലക്ട്രിക് കറണ്ട് ഈസ് ട്രീറ്റഡ് ആസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലേ? ഇലക്ട്രിക് കറണ്ടിന് ഡയറക്ഷൻ ഉണ്ട് എങ്കിലും അതിനെ നമ്മളൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ ഇനിയുള്ള സർക്യൂട്ടിലൊക്കെ നമ്മൾ കറണ്ടിന്റെ കേസ് വരുമ്പോൾ സപ്പോസ് I1 current is flowing in this side and I2 current
അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ്? ടോട്ടൽ കറണ്ട് എത്രയായി? അപ്പോൾ ടോട്ടൽ കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് റിസൾട്ടൻ്റ് അല്ലെങ്കിൽ ടോട്ടൽ അല്ലെ സമ്മ അങ്ങനെയൊക്കെ വരുമ്പോൾ റിസൾട്ടൻ്റ് I1 I2 അറ്റ് ആൻ ആംഗിൾ തീറ്റ. ദെൻ വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ്? റിസൾട്ടൻ്റ് എന്ന് പറയുന്ന റൂട്ട് ഓഫ് p² പ്ലസ് q² പ്ലസ് 2pq കോസ് തീറ്റ. ആ തിയറത്തിൻ്റെ ഒരു പേരുണ്ട്, പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ അല്ലേ. അപ്പോൾ വെക്റ്റർ അഡീഷൻ ലോ അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ വന്നാൽ, ഇങ്ങനൊരു ഡയറക്ഷനൊക്കെ വന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാനേ പഠിച്ചിട്ടുള്ളൂ അല്ലേ. പക്ഷേ കറണ്ടിൻ്റെ കേസിൽ നിങ്ങൾ ആ ഒരു അഡീഷൻ ലോ ഉപയോഗിച്ച് കറണ്ടിനെ ആഡ് ചെയ്യേണ്ടതില്ല. അതായത് ഇവിടെ ടോട്ടൽ കറണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ടോട്ടൽ കറണ്ട്? I ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് ദ സം ഓഫ് I1 ആൻഡ് I2. ഈ I1 I2 ഏത് ഡയറക്ഷനിലാണെന്നുള്ളതൊന്നും അവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതില്ല ഇല്ലേ. അപ്പോൾ വെക്റ്റർ അഡീഷൻ ലോ അനുസരിച്ചല്ല കറണ്ടിനെ ആഡ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇറ്റ് ഡസ് നോട്ട് ഒബേ വെക്റ്റർ അഡീഷൻ ലോ, ഇറ്റ് ഒബേസ് സ്കെയിലാർ അഡീഷൻ അല്ലേ. അപ്പോൾ സ്കെയിലാർ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെയാണ് ഇലക്ട്രിക് കറണ്ടിനെ ആഡ് ചെയ്യുന്നത്. സോ കറണ്ട് ഈസ് എ considered as a scalar quantity, still it has a direction അല്ലേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കറണ്ടിൻ്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചതാണ്. the unit is ampere and the symbol is capital A. അപ്പോൾ കറണ്ട് 1 ആംപിയർ 2 ആംപിയർ 3 ആംപിയർ എന്നൊക്കെ പറയും. സോ ആംപിയർ ഈസ് the SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് 1 ആംപിയർ? 1 ആംപിയറിനെ നമ്മൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് 1 ആംപിയർ കറണ്ട് കിട്ടണമെങ്കിൽ 1 കൂളംബ് ഓഫ് ചാർജ്, 1 കൂളംബ് ഓഫ് ചാർജ് ഫ്ലോയിങ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1 coulomb by 1 second. That is the meaning of 1 ampere. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ടിൻ്റെ ഇക്വേഷൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി കൂടെ തന്നെ ചെയ്തു വരിക. ഇവിടെ വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇഫ് 1 മില്യൺ ഇലക്ട്രോൺസ്, 1 മില്യൺ ഇലക്ട്രോൺ എന്ന് പറയുന്നത് n അല്ലേ, എത്ര ഇലക്ട്രോണുകളുണ്ട്? n ഈസ് ഈക്വൽ ടു 1 മില്യൺ മീൻസ് 10 to the power 6, 10 to the power 6 അല്ലേ. ദെൻ ക്രോസിങ് ഇൻ 1 മില്ലി സെക്കൻഡ് എത്ര സമയത്തേക്കാണ്? t ഈസ് ഈക്വൽ ടു 1 മില്ലി മീൻസ് 10 to the power -3 seconds. ദെൻ ചാർജ് ഓഫ് ഇലക്ട്രോൺ, ഈയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ. ഇറ്റ് ഈസ് ഗിവൺ 1.6 into 10⁻⁻19 കൂളം. സോ വാട്ട് ഈസ് ദ കറണ്ട് അല്ലേ. കറണ്ട് കണ്ടുപിടിക്കാൻ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാ? I ഈസ് ഈക്വൽ ടു Q/T or NE/T. സബ്സ്റ്റിറ്റ്യൂട്ട് n ഈസ് ഈക്വൽ ടു 10 to the power 6, 1.6 into 10⁻⁻19 by 10 to the power -3. ഇത് കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. 1.6 into -3 അല്ലേ, മുകളിൽ വരുമ്പോൾ +3 ആവും. 10 to the power -10 ഇതാണ് യൂണിറ്റ് ആംപിയർ. ഓക്കെ, താങ്ക് യു.